ഹലോ, അപ്പം ഇന്ന് ബിഗ് ബോസ് ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പം രാവിലെ തന്നെ മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മസാല ദോശയും പിന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടോ ഇന്നലെ ബിഗ് ബോസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ജിൻഡോ കാക്ക ജയിച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ മസാല ദോശയായിരുന്നു. അപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അതിന് ശേഷം ഇന്നലെ എൻ്റെ കാലിൽ എന്തോ ഒരു മുള്ളു കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വേദന എന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വന്നിക്കുക. പക്ഷെ മുള്ളല്ല, വേറെ എന്തോ ഒരു സാധനം. അപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് പ്രോൺസ് കറിയും മീൻ വറുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മത്തിയുടെ മുട്ട ഫുള്ള് എനിക്കായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ബിഗ് ബോസ് തുടങ്ങാറായി. അപ്പോൾ എല്ലാ പണികളും മെല്ലെ മെല്ലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മണിയാക്കണ്ടേ, അപ്പം മെല്ലെ മെല്ലെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബിഗ് ബോസ് കാണുന്നതിന് മുമ്പായിട്ട് പോപ്കോണൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ ഉള്ള ഒരു തരം പോപ്കോണാണ്. നമ്മളിനി ഒന്നും ചെയ്യണ്ട, വെറുതെ ഒന്ന് കുക്കറിലിട്ടാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഇത്തിരി എണ്ണ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒന്നും ചെയ്യണ്ട, അടച്ച് വയ്ക്കുക, റബ്ബറൊന്നും ഇടാണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പോപ്കോൺ റെഡിയായി. പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് കുറച്ച് എടുത്ത് വെക്കാമെന്ന്. പക്ഷേ അത് കണ്ട് ഫുള്ള് ഞാൻ തിന്ന് തീർത്തു കേട്ടോ. അപ്പോൾ പോപ്കോണും ബ്ലാക്ക് ടീ ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് 7 മണി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സിത്താരിയും വിധു പ്രതാപം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, പാട്ടൊക്കെ പാടിയിട്ട്. അതിന് ശേഷം നമ്മൾ ലാലേട്ടൻ്റെ മാസ് എൻട്രി ഒക്കെ ആയിരുന്നു. നല്ല ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ആരാ ജയിച്ചതെന്നൊക്കെ ഓൾറെഡി അറിയാം, എല്ലാ ചാനലിലും ഒക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷെ ഇത് കാണുമ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ, അല്ല ടി വിയിൽ കാണുമ്പോൾ. അപ്പോൾ അതിന് ശേഷം കണ്ടസ്റ്റൻസ് ഒക്കെ റെഡി ആയിട്ട് വന്നു, എല്ലാവരും വന്നു. അപ്പോൾ കുറേ നേരം ഷോ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ വല്ല പണിയും ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ തുന്നാണ്ടായിരുന്നു കേട്ടോ. ഒക്കെ മെഷീൻ കേടായതുകൊണ്ടൊക്കെ കൈകൊണ്ട് തുന്നണം. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ്. അപ്പോൾ അതിനി കുറച്ചും കൂടി ലേസ് പോലെ ആലിയ കട്ടിലാണ് കേട്ടോ ചെയ്തത്. ആദ്യമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ലേസൊക്കെ വെക്കാണ്ടായിരുന്നു. അപ്പോൾ മെഷീൻ കേടായതുകൊണ്ടൊക്കെ കയ്യിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ, ഡ്രസ്സിൻ്റെ ഒക്കെ. അതിന് ശേഷം അന്നത്തെ ഫസ്റ്റ് എലിമിനേഷൻ ആയിട്ടോ. അപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉന്തിയിട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു എലിമിനേഷൻ ചെയ്യാൻ കേട്ടോ. ആരാണ് ഔട്ടായി അവരെ ഉന്തിയിടും. അപ്പോൾ അങ്ങനെ ഫസ്റ്റായിട്ട് ഋഷിയാണ് ഔട്ടായത്. അപ്പോൾ ഋഷിയാണ് 4th റണ്ണറപ്പ് ആയത് കേട്ടോ. അതിന് ശേഷം വേറെയും കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കാണുന്നതിൻ്റെ ഇടയിൽ എന്തായാലും വേറെ പണിയൊന്നും നിൽക്കണില്ല, ഇതന്നെ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും എലിമിനേഷൻ അഭിഷേകാണ് പോയത്. പിന്നെ കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിന് കഴിയുമ്പോഴേക്കും കുറച്ച് സൂപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ കുറച്ച് കോൺ സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ പൗഡർ ഇടുക. അപ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത എലിമിനേഷനായി. അത് നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ ജാസ്മിൻ ഔട്ടായി കേട്ടോ. ജാസ്മിൻ എനിക്ക് അങ്ങനെ ഇഷ്ടമാണോ ചോദിച്ചാൽ അങ്ങനെയല്ല, ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പക്ഷേ അവൾ ഔട്ടായപ്പോൾ അങ്ങനെ കുറേ കരഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് ഇഷ്ടം തോന്നി. അതിൽ കൂടുതൽ എനിക്ക് അർജുൻ സേഫ് ആയതാട്ടോ ഒന്നും കൂടി സങ്കടം സന്തോഷമൊക്കെ ആയത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ വന്നു, അവനെ തിരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നല്ലൊരു എൻട്രി ആയിരുന്നു. അതിനുശേഷം അവർ രണ്ടേനെയും കൂടിയും കൂട്ടിയിട്ട് സ്റ്റേജിലേക്ക് പോയി കേട്ടോ. ഇനി ഫൈനലാവാറായി. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ തുന്നിയിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ്, അതിന് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ, അതിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് എൻ്റെ ഇങ്ങനെ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിൻ്റെ ട്രേ ഒക്കെ എടുത്ത് വന്ന്, അപ്പോൾ ഈ ക്ലോത്ത് വെച്ചിട്ടാണ് കുറച്ച് കമ്മലും മാലയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് എലിമിനേഷനായി. അപ്പോൾ വെയിറ്റിംഗ് ചെയ്യായിരുന്നു. അപ്പോൾ അതെൻ്റെ പുതിയ മിഞ്ചിയാണ് കേട്ടോ. അതിനുശേഷം എലിമിനേഷനായിരുന്നു ലാസ്റ്റ്.
അപ്പോൾ അർജുന് മൂവിക്ക് കിട്ടിയ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഓഡീഷൻ നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ തന്നെ. അപ്പോൾ മൂവിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ് ആരായിരിക്കും വിന്നർന്ന്. അങ്ങനെ ലാലേട്ടൻ ഫൈനലി ജിൻഡോൻ്റെ കൈ പൊക്കി. അപ്പോൾ നമ്മളുടെ അർജുനാണ് ഫസ്റ്റ് റണ്ണറപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നലത്തെ ബിഗ് ബോസ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.